വലിയ വലിയ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ ഫാമിലി ലൈഫും അവർ വളരെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പറഞ്ഞ കുക്കിംഗ് വരെ അവര് എന്താ പറയാ, അവരുടെ ഭർത്താക്കിനോ അല്ലെ മക്കൾക്കോ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊടുത്തിട്ട് വരെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവാനാണ്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റണമേ. അത് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷെ അത് പറ്റണമേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എനിക്ക് ഞാനിപ്പോ പല റീൽസ് ഒക്കെ കാണുമ്പം ചില ആർട്ടിസ്റ്റുകളുടെ റീൽസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ അമ്മമാരെ കുറിച്ചിട്ട് അമ്മമാരുടെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്ന ചില റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഒരു 10 വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒരു അമ്മമാരെ കുറിച്ച് പറയാൻ നമുക്കൊരു ടോപ്പിക് ഉണ്ടാവില്ല. കാരണം ഏത് അമ്മയായിരിക്കും ആ സമയത്ത്, കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന അമ്മയായതുകൊണ്ട് എനിക്ക് ഇതിനുള്ള സമയമില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന അമ്മയായതുകൊണ്ട് എനിക്ക് എന്റെ മക്കൾക്ക് ഈ സാധനം വെച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ ഈ സമയമില്ലാതെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ പറയാൻ നമുക്ക് അമ്മയുടെ രുചി എന്നൊക്കെ പറയാനായിട്ട് പിന്നെ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ എങ്ങനെ ആയി തീരുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലോണം ഭക്ഷണം പാകം ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട്, ഭർത്താക്കന്മാരില്ലേ. പക്ഷെ നമ്മളിപ്പം അച്ഛന്റെ രുചിയെന്ന് അങ്ങനെ ആരും പറയാറില്ല. അച്ഛന്റെ രുചി പറയുന്ന എത്രയോ പേരുണ്ട്. ചിലപ്പോ 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ രുചികളെ കുറിച്ചായിരിക്കും മക്കളെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 10 വർഷം കഴിയുമ്പോ അമ്മ വേണ്ട അച്ഛൻ മാത്രം മതിയാ? അല്ല, ഞാൻ പറഞ്ഞ രുചിയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും രുചിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ബുദ്ധിമുട്ടും സ്ത്രീകൾ കാണുന്ന അങ്ങ് വരുത്തി തീർക്കാണ്. അച്ഛന്മാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടോ അവരുടെ എഫേർട്ടിനെ കുറിച്ചിട്ടോ നമ്മൾ സംസാരിക്കാത്തോണ്ടാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീയാണ് ബുദ്ധിമുട്ടുന്നത്, സ്ത്രീയാണ് കഷ്ടപ്പെടുന്നത്, സ്ത്രീയാണ് എല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല. അച്ഛന്മാരും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ജോലിയും